എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ഐഡന്റിറ്റി എന്ന സിനിമയെക്കുറിച്ചാണ്. ARM എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ടൊവിനോ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ക്രൈം ത്രില്ലർ മലയാളം സിനിമയാണ് ഐഡന്റിറ്റി. സിനിമയിൽ തൃഷ, സഞ്ജയ് ദത്ത് എന്നിവരും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ ടീസർ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഡിസംബർ 4 സിനിമയുടെ ടീസർ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രിസ്മസ് റിലീസായിട്ടായിരിക്കും ഈ ടൊവിനോ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് പുഷ്പ 2 എന്ന സിനിമയെക്കുറിച്ചാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന എന്നിവർ കേന്ദ്ര കഥാപാത്രമായി സുകുമാർ സംവിധാനം ചെയ്ത് 2024 ഏറ്റവും വലിയ റിലീസായി ആരാധകർ കാത്തിരിക്കുന്ന പാൻ ഇന്ത്യൻ തെലുഗു സിനിമയാണ് പുഷ്പ ദ റൂൾ. ചിത്രം ഡിസംബർ 5 ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഇപ്പോഴത്തെ പുഷ്പയുടെ സെൻസർ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ US സർട്ടിഫിക്കറ്റ് ആണ് ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായിരിക്കും പുഷ്പ 2. ആദ്യ പകുതി 1 മണിക്കൂർ 40 മിനിറ്റും രണ്ടാം പകുതിയും 1 മണിക്കൂർ 35 മിനിറ്റുമായിരിക്കും സിനിമയുടെ ദൈർഘ്യം. തിയേറ്ററിൽ ഈ അല്ലു അർജുൻ ചിത്രം വാഴുമോ അതോ വീഴുമോ എന്ന് നോക്കി തന്നെ കാണാം. ഇതിനിടയിൽ പുഷ്പയുടെ പ്രീസെയിൽ കളക്ഷൻ 25 കോടി കടന്നു എന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് മാക്രോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഹനീഫ് അദേനി സംവിധാനം ചെയ്ത് മോളിവുഡിലെ ഏറ്റവും വലിയ വയലൻസ് ത്രില്ലർ സിനിമയായി ഒരുങ്ങുകയാണ് ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ. സിനിമയുടെ ടീസർ പ്രേക്ഷകരിൽ വലിയ ഓളം തന്നെയാണ് ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ മാർക്കോയുടെ പ്രൊമോ സോങ് പുറത്തിറങ്ങാൻ പോവുകയാണ്. നവംബർ 29 നാളെ വൈകിട്ട് 5 മണിക്ക് സോണി മ്യൂസിക് ചാനൽ വഴിയായിരിക്കും സിനിമയുടെ പ്രൊമോ സോങ് പുറത്തിറങ്ങാൻ പോകുന്നത്. ക്രിസ്മസ് റിലീസ് പ്ലാൻ ചെയ്യുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് ജയിലർ 2 എന്ന സിനിമയെക്കുറിച്ചാണ്. രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് ആക്ഷൻ ഡ്രാമ കമേഴ്ഷ്യൽ സിനിമയാണ് ജയിലർ. ഇപ്പോഴത്തെ ജയിലർ 2 വമ്പൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ സെറ്റ് വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജന്മദിനം പ്രമാണിച്ച് സിനിമയുടെ ഒരു പ്രൊമോ പുറത്തിറക്കാനാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. രജനിക്കൊപ്പം മറ്റൊരു സൂപ്പർ സ്റ്റാർ കൂടി ഈ പ്രൊമോയിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജയിലറിന്റെ ആദ്യ ഭാഗത്തിൽ ഞെട്ടിച്ച ലാലേട്ടൻ ജയിലർ 2 ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ഇന്ന് OTT റിലീസ് ചെയ്ത 2 സിനിമകളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് വിക്കട്ടകവി എന്ന വെബ് സീരീസ് ആണ്. നരേഷ് അഗസ്ത്യ, മേഘ തുടങ്ങിയവർ പ്രധാന റോളിലെത്തി C5 വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത തമിഴ് വെബ് സീരീസ് ആണ് വിക്കട്ടകവി. ഈ ത്രില്ലർ വെബ് സീരീസ് തമിഴ്, തെലുഗു ഭാഷകളിൽ ഇപ്പോൾ C5 വഴി നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് OTT റിലീസ് ചെയ്ത മറ്റൊരു തെലുഗു സിനിമയാണ് ലക്കി ഭാസ്കർ. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്ത് ദുൽഖർ നായകനായി എത്തിയ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ സ്ട്രീം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.